പറ്റും. അപ്പൊ അത് പല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഒന്നില്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് എന്ന രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ഈ വെൻഡേഴ്സ് നമുക്ക് അവരുടെ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് എന്ന് വെച്ചാൽ സ്റ്റോറേജ്, നെറ്റ്വർക്കിംഗ്, സെർവേഴ്സ് പോലെ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് തരും. എന്നിട്ട് നമ്മൾ ആ കമ്പ്യൂട്ടിംഗ് റിസോഴ്സസിൽ നമ്മുടേതായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതാണ് ഇൻഫ്രാസ്ട്രക്ചർ. എന്നുവെച്ചാൽ അവിടെ സ്റ്റോറേജ്, നെറ്റ്വർക്കിംഗ് പോലത്തെ റിസോഴ്സ്, സെർവർ പോലെ റിസോഴ്സസ് ആണ് തരുന്നത്, ഹാർഡ്വെയർ റിസോഴ്സസ് ആണ് തരുന്നത്. സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോംസും APIs ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മളുടെ ആയിരിക്കും യൂസ് ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ഉണ്ട്. പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്ന് പറയുമ്പോൾ അവിടെ ഹാർഡ്വെയർ റിസോഴ്സസിന്റെ കൂടെ തന്നെ സോഫ്റ്റ്വെയർ റിസോഴ്സസും കൂടി നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ AWS സ്പാർക്ക് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ആണ്. അവിടെ എൻറ്റയർ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോം മൊത്തത്തിൽ കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാനും മാനേജ് ചെയ്യാനും ഒക്കെ പറ്റുന്ന രീതിയിൽ എൻറ്റയർ എൻഡ് ടു എൻഡ് ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് തരും. അതാണ് പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്. പിന്നുള്ളതാണ് സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡിവിജ്വൽ സോഫ്റ്റ്വെയർസ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഗൂഗിളിന്റെ ഇതില്ലേ, ഗൂഗിൾ സ്ലൈഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ ഡോക്സ് ഉണ്ട്. ഇതൊക്കെ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആയിട്ടാണ് വരുന്നത്. സോഫ്റ്റ്വെയർ ആസ് എ സർവീസിന്റെ ഉള്ളിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നോക്കേണ്ടത് സ്റ്റോറേജ് ആസ് എ സർവീസ് ആണ്. അപ്പൊ സ്റ്റോറേജ് ആസ് എ സർവീസിന് വേണ്ടിയിട്ട് മെയിൻ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് ആണ്. നമുക്ക് ഈസിലി നോക്കാൻ പറ്റിയ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ഡ്രൈവ് തന്നെയാണ്. ഗൂഗിൾ ഡ്രൈവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡ്രൈവ് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഗൂഗിൾ ഡ്രൈവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 15 GB ഓഫ് സ്റ്റോറേജ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് ഗൂഗിൾ ഡ്രൈവിൽ. അപ്പോൾ ആ ഡ്രൈവ് ആക്സസ് ചെയ്തിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് സ്റ്റോറേജ് ആസ് എ സർവീസ്. എന്ന് വെച്ചാൽ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. ഇതില് 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, ഒന്ന് തിയറിയും ഒന്ന് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനാ? നിങ്ങളുടെ എക്സാമിന്റെ വന്നതോ? ഞങ്ങൾ എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഈ പാർട്ട് ക്ലൗഡിന്റെ പാർട്ടിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായില്ലേ? ഒന്ന് ഡേറ്റ സയൻസിന്റെ വരുന്നുണ്ട്, അത് ആർ കോഡാണ് വരുന്നത്. അതുപോലെ തന്നെ വരുന്നത് ക്ലൗഡിന്റെ പോർഷനാണ്. ക്ലൗഡിന്റെ പോർഷനിൽ കൂടുതലും ചോദിച്ചേക്കുന്ന ഈ ഗൂഗിൾ ഡോക്സ്, പിന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. പിന്നെ ചില ക്ലൗഡ് കമ്പ്യൂട്ടിംഗില് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായില്ലേ? ഒരു പേപ്പറില് അത് ഒന്ന് എഴുതി കൊടുക്കാനും ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കാനും. തിയറി ക്വസ്റ്റ്യനും ഒന്ന് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനും, അതുപോലെ തന്നെ ആർ പ്രോഗ്രാമിംഗിന്റെ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ. ഓക്കെ. ഈ തിയറി ക്വസ്റ്റ്യൻ ഇതിന്റെ സെക്ഷനിലേക്ക് എടുക്കുന്നില്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ക്ലൗഡിന്റെ? ലാബ് മാനുവൽ അല്ലേ പറയണേ? ലാബ് മാനുവൽ. അതില് ഏതൊക്കെ പ്രാക്ടിക്കൽ ഏതൊക്കെ തിയറി എന്നൊന്ന് പറഞ്ഞു തരൂ. അതിന്റെ ആൻസേഴ്സ് ഉണ്ട്, ഷെയർ ചെയ്യോ? ഒരു സെക്കൻഡ്, ഞാനൊന്ന് എടുത്തോട്ടെ. ആക്ച്വലി ഇതിനകത്ത് നിങ്ങൾക്ക് തന്നേക്കുന്നതൊക്കെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് അല്ലേ? ഹലോ, ഇതിനകത്ത് നിങ്ങൾക്ക് ആക്ച്വലി തന്നേക്കുന്നത് മൊത്തത്തില് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് അല്ലേ? തിയറി പ്രോബ്ലംസ് തന്നിട്ടില്ലല്ലോ ഈ പോർഷനില്. ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുമ്പോഴൊക്കെ പ്രാക്ടിക്കൽ തന്നെയല്ലേ വരുന്നത്? അതില് യൂട്യൂബിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ പ്രാക്ടിക്കലാ തിയറി അല്ലേ? 6ാമത്തെ ക്വസ്റ്റ്യൻ അത് ആക്ച്വലി യൂട്യൂബില് ഉദ്ദേശിച്ചത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ്. എങ്ങനെയാണ് സെറ്റിംഗ്സ് ചെയ്യുന്നത്, ഡെമോ ചെയ്യാൻ.
ആക്ച്വലി ലാബ് മാനുവൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ടുള്ളതാണ്. അതവിടെ ചെയ്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് തിയറി പോലെ ചോദിക്കുന്നു. അതിന്റെ സ്റ്റെപ്സ് ഒക്കെ എഴുതാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വട്ടം യൂട്യൂബിന്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ഒരു വട്ടം AWSന്റെ സംഭവങ്ങളും അങ്ങനെ തിയറി പോലെ എഴുതാൻ വേണ്ടിയിട്ട് വന്നിട്ട് അത് കണ്ടപ്പോ തിയറി പോലെ എഴുതാനായിട്ടാ തോന്നിയത്. അപ്പൊ അത് എഴുതാൻ തന്നെ അല്ലേ അതോ ഇനി അത് ചെയ്ത് കാണിക്കണോന്നൊരു ഡൗട്ട്. സ്റ്റെപ്സ് എഴുതാന്ന് പറഞ്ഞാൽ അപ്പൊ സ്റ്റെപ്സ് എഴുതന്നല്ലേ ചെയ്യേണ്ടത് നമ്മള്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്നായിട്ട് എഴുതേണ്ട വരും. എന്ന് വെച്ചാൽ ക്രിയേറ്റ് ഗൂഗിൾ അക്കൗണ്ട് തൊട്ട് ഗൂഗിൾ ഡോക്കിന്റെ ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഇപ്പൊ ഈ ഗൂഗിൾ സ്ലൈഡ്സ് പോലത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ തിയറി ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ 1 by 1 ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ. എന്നുവെച്ചാൽ ഇതിനകത്ത് ഇപ്പൊ പലതും ഈ സ്ലൈഡ് ഷെയർ പോലത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെയ്ഡ് അക്കൗണ്ട് ഇല്ലാണ്ട് ചെയ്യല് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോ ഇതൊക്കെ തിയറി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ ഇഫ് ഇൻ കേസ് ക്വസ്റ്റ്യൻ വന്നാലും. പിന്നെ ഈ വെർച്വലൈസേഷൻ ഒക്കെ നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ടോ? വെർച്വൽ ബോക്സ് വെച്ചിട്ട്? ഇല്ല, ഞങ്ങൾ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇതിന്റെ ഇതുവരെ. ഈ വെർച്വൽ ബോക്സ് ഒക്കെ നിങ്ങളോട് സോഫ്റ്റ്വെയർ അവര് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ വെർച്വൽ ബോക്സ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ ലാബിൽ ചെയ്യാൻ തരാൻ പറ്റിയ ക്വസ്റ്റ്യൻസ് ആണ്. എനിക്കതാ നിങ്ങൾക്ക് അവിടെ എങ്ങനെയാണ് എക്സാം നടത്തണമെന്ന് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഈ റിസോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ചെയ്യാൻ എളുപ്പമുള്ള ഒരു പ്രോബ്ലമാണ് ഈ വെർച്വലൈസേഷന്റെ പാർട്ടൊക്കെ. പക്ഷെ അതല്ല നിങ്ങൾക്ക് റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നില്ലെങ്കിൽ എന്നുവെച്ചാൽ ഇപ്പൊ വെർച്വലൈസേഷൻ ചെയ്യാനായിട്ട് ഒറാക്കിൾ വെർച്വൽ ബോക്സിന്റെ സോഫ്റ്റ്വെയർ വേണം നിങ്ങൾക്ക്. അതിന്റെ EXE ഫയൽ വേണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു OSന്റെ ISO ഫയൽ വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെർച്വലൈസേഷൻ ചെയ്യാൻ പറ്റും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ആക്ച്വലി ഭയങ്കര എളുപ്പമാണ് ചെയ്യാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനിലെ അതിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചിരിക്കണേ. ഫീച്ചേഴ്സ് ഓഫ് ഒറാക്കിൾ വെർച്വൽ ബോക്സ് ചോദിച്ചിരിക്കണേ. അതിന്റെ സ്റ്റെപ്പ് എഴുതാൻ തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. തിയറി ആയിട്ടായിരിക്കും വരുന്നത്. അല്ല, ഇതിലില്ലേ കുറച്ച് എല്ലാ ക്വസ്റ്റ്യൻസും ഇല്ലേ, ഇതിൽ ഏതാ തിയറി ഏതാ പ്രാക്ടിക്കൽ എന്ന് മനസ്സിലാവുന്നില്ലേ നമ്മുടെ ലാബ് മാനുവൽ ഉള്ളത്? ഒരു സെക്കൻഡ് ഓരോന്ന് നോക്കാം. ഇതെന്തായാലും തിയറി ക്വസ്റ്റ്യൻ ആണ്. ഗൂഗിൾ ഡോക്കിൽ ചെയ്യാനല്ലേ വന്നേക്കുന്നത്. ഗൂഗിൾ ഷീറ്റിൽ വന്നേക്കുന്നത് ഇതും തിയറി അല്ല, സോറി, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഈ വേർഡ് ഡോക്യുമെന്റ് ചെയ്യാൻ തന്നേക്കണം എന്തായാലും പ്രാക്ടിക്കൽ തന്നെ. അതുപോലെ തന്നെ ഈ ഗൂഗിൾ ഷീറ്റിൽ ഫസ്റ്റും സെക്കൻഡും എന്തായാലും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ തന്നെയാണ് ചെയ്യാനുള്ളതാണ് നമുക്ക്. തേർഡ് വൺ ഇതും ഇതാണ് നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ്. കാരണം സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമില്ല. അത് എന്തായാലും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ടേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അത് തിയറി വരാൻ ചാൻസ് ഇല്ല. ഇതും അതെ, ഗൂഗിൾ ഡോക്സും അതെ. ഗൂഗിൾ സ്ലൈഡ്സ്, ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ ഷീറ്റ്സ് ഇതെല്ലാം എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അതിന്റെ ഒന്നും തിയറി വരാൻ ചാൻസ് ഇല്ല. ഗൂഗിളിന്റെ അല്ലാത്ത വരുന്ന കാര്യങ്ങളില്ലേ, അത് ആവാനാ ചാൻസ് നിങ്ങൾക്ക് തിയറി ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഈ ആമസോൺ ഡ്രൈവ് യൂട്യൂബ് അതൊക്കെ തിയറി ആവൂലേ? ആമസോൺ ഡ്രൈവും യൂട്യൂബൊക്കെ തിയറി ആവാനാണ് ചാൻസ്. കാരണം യൂട്യൂബിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ യൂട്യൂബ് സ്റ്റുഡിയോ ഇല്ലേ, ഡെവലപ്പർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ ക്രിയേറ്റർ സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എഡ്യൂക്കേഷൻ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് സെറ്റിംഗ്സ് വെച്ചിട്ട് പബ്ലിക് ആക്കണമെങ്കിൽ ക്രിയേറ്റർ സ്റ്റുഡിയോ വേണം. ആ സാധനം തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ 24 hours എടുക്കും അത് അപ്രൂവ് ആയി വരാൻ. എന്തായാലും നിങ്ങൾക്ക് അത് പ്രാക്ടിക്കൽ അവർക്ക് തരാൻ പറ്റില്ല. അപ്പോൾ യൂട്യൂബ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ തിയറി ആയിട്ട് വരാനേ ചാൻസ് ഉള്ളൂ. സ്റ്റെപ്സ് എങ്ങനെയാന്ന് ചോദിച്ചു തിയറി ആയിട്ട് ചോദിക്കാനേ ചാൻസ് ഉള്ളൂ. ഇത് പ്രാക്ടിക്കലി തരല് പോസിബിൾ അല്ല. നിങ്ങൾ ലാബിൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പ്രാക്ടിക്കലി ചോദിച്ചാലേ അത്. പക്ഷെ ലാബിൽ ചെയ്യാത്തടത്തോളം തിയറി ആയിട്ട് ചോദിക്കാനേ ചാൻസ് ഉള്ളൂ. അതുപോലെ തന്നെ ഈ box.com, ആമസോൺ ഡ്രൈവ് ആയാലും ആമസോൺ ഡ്രൈവ് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ എല്ലാം നമുക്ക് ആക്സസിബിൾ ആയിട്ടുണ്ടോ. ഇതൊക്കെ കുറെയൊക്കെ പെയ്ഡ് സർവീസ് ആയിട്ടുണ്ട്. നോട്ട് ലോക്കറും അതെനിക്ക് തോന്നുന്നില്ല ഫ്രീ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇപ്പോൾ പെയ്ഡ് സർവീസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായാലും
ഞങ്ങൾ അൻസാറിലെ ഞങ്ങളുടെ സെന്റർ അവിടെ ഇങ്ങനെ കൊറേ ഇതൊന്നും ഇല്ലാത്തത് ഞങ്ങളോട് എഴുതി സബ്മിറ്റ് ചെയ്താൽ മതി എന്ന് പറയലുണ്ട്. നോൺ ലോക്കറിൽ 3 GB ആക്സസ്, എന്നാലും അത് ചോദിക്കാൻ ചാൻസ് ഇല്ല. നിങ്ങളോട് ഗൂഗിൾ റിലേറ്റഡ് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. സ്ലൈഡ് ഷെയർ ചോദിക്കില്ല, ഇപ്പൊ പെയ്ഡ് സർവീസാ. നിങ്ങൾ ലോഗിൻ ചെയ്താലും 7th ക്വസ്റ്റ്യൻ ആണോ? 7th ക്വസ്റ്റ്യൻ സ്ലൈഡ് ഷെയർ, അതും ചോദിക്കാൻ ചാൻസ് ഇല്ല. ചോദിക്കില്ലല്ലോ. തിയറിയെ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഞാൻ പറഞ്ഞ പ്രാക്ടിക്കലി ചോദിക്കാൻ ചാൻസ് ഇല്ല. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ സെഷൻ 3 കൊടുത്തേക്കണ 3 ക്വസ്റ്റ്യൻസും തിയറിയിൽ ചോദിക്കാനേ ചാൻസ് ഉള്ളൂ, പ്രാക്ടിക്കലി ചോദിക്കാൻ ചാൻസ് ഇല്ല. പ്രാക്ടിക്കല് അത് കാരണം അത് ചെയ്ത് കാണിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ തിയറിയില് വരുന്നുണ്ടെങ്കിൽ അത് തിയറിയിലേ വരുള്ളൂ, പ്രാക്ടിക്കലില് വരില്ല. പിന്നെ വെർച്വലൈസേഷൻ ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും തിയറി ആയിട്ട്. അല്ലാണ്ട് അതാ ഞാൻ ചോദിച്ചത്. പക്ഷെ അതിന് സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യണ്ടേ, അല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അല്ല, സംഭവം എന്താന്ന് വെച്ചാൽ എന്തോ കേട്ടില്ല. അല്ല, ഇതെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ടല്ലേ വരുന്നത്. നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല, ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ലെങ്കിൽ തിയറി ആയിട്ട് എഴുതാനല്ലേ അവർ പറയുള്ളൂ. ക്വസ്റ്റ്യൻസ് കോമൺ അല്ലേ? ഏത് AWSന്റെ ഫ്രീ ടയർ എടുത്തിട്ട് ചെയ്യാനോ? അല്ല, വെർച്വലൈസേഷന് പകരം AWS ചോദിക്കാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് AWS അല്ലാണ്ട് ക്വസ്റ്റ്യൻ ഇല്ലേ ചെയ്യാൻ? അല്ല, AWSന്റെ ഏതൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ പേപ്പറിലും കണ്ടു AWSന്റെ? സെക്ഷനില് EC2 ഉണ്ട്. ഇത് AWS ആക്ച്വലി ചോദിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ട് വെരിഫൈ ഒക്കെ ചെയ്തിട്ട് വേണ്ട ചെയ്യാൻ. എനിക്ക് തോന്നുന്നില്ല അത് പ്രാക്ടിക്കലില് ചോദിക്കും. നിങ്ങളോട് തിയറി ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. അതില് ലാബ് റെക്കോർഡില് എഴുതിയേക്കുന്ന തിയറി പോലെ എഴുതിയേക്കുന്ന AWSന്റെ. AWS വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ ചെയ്യുമ്പോ എന്ന് പറഞ്ഞാൽ അതിന്റെ വെരിഫൈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെരിഫൈ ചെയ്തിട്ടൊക്കെ വേണ്ട ചെയ്യാൻ. അപ്പോ പെട്ടെന്ന് ആവണല്ല ശ്രീരാഗെ. കുറെ നമ്മൾ ലാബില് എക്സാമിന് തരുമ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് വിൻഡോസ് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ചെയ്യുന്ന പോലെ തരുള്ളൂ. പിന്നെ ഒരുപാട് കാര്യങ്ങൾ പാരലി ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റർ ചെയ്യണ ആൾക്ക് നോക്കാൻ പാടാണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ AWS പറയുകയാണെങ്കിൽ തന്നെ നിങ്ങളോട് ഇപ്പൊ മെയിൽ എടുക്കാൻ പറഞ്ഞു. നിങ്ങൾ മെയിലില് വേറെ എന്തെങ്കിലും കോഡ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കുന്നുണ്ടോ എന്ന് വന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് അവിടെ നിൽക്കുന്ന ഇൻവെസ്റ്റിഗേറ്ററിന് പറ്റണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പേഴ്സണൽ സാധനങ്ങൾ ആക്സസ് ചെയ്യണത് മിനിമൽ ആക്കാനേ അവര് നോക്കുള്ളൂ. ഏത് കോലാബ് ചെയ്യാൻ വേണ്ടിട്ടോ? അല്ല, അതെന്ന് വെച്ചാൽ സംഭവം ശ്രീരാഗെ, ഗൂഗിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്. ഇല്ലാത്ത ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നുണ്ടെങ്കിൽ, MCA പഠിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടാവും.
പക്ഷെ AWS അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ കോമൺ അല്ല, എല്ലാവർക്കും ഇല്ല. അത് യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ ആ സാധനം ഉള്ളൂ. അപ്പോ എനിക്കത് കാരണം തോന്നുന്നില്ല. എൻ്റെ ഒരു ഇതാണ്, എനിക്ക് അറിയില്ല അവിടുത്തെ എക്സാം എങ്ങനെ നടക്കണമെന്ന് അറിയില്ല. പക്ഷെ എൻ്റെ ഒരു ഹഞ്ച് അനുസരിച്ച് അത് തിയറി ആയിട്ടേ ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. പ്രാക്ടിക്കല് വരാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. എനിക്ക് ഉറപ്പില്ല കേട്ടോ. അത് സീനിയേഴ്സിനോട് തന്നെ ചോദിച്ചിട്ട് ശ്രീരാഗിന് ഇവരെ ഇൻഫോം ചെയ്യാൻ പറ്റും. എനിക്ക് കാരണം അവിടുത്തെ അറിയില്ല. ഞാൻ ഇപ്പൊ നിങ്ങളെയാണ് ആദ്യത്തെ ബാച്ച് പഠിപ്പിക്കുന്നത്, എനിക്ക് അതുകൊണ്ട് വലിയ ഐഡിയ ഇല്ല അത്. എന്നാ ഒരു പണി ചെയ്യാം. ഞാനിപ്പോ നിങ്ങൾക്ക് വെർച്വൽ ബോക്സ് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ബേസിക് ആയിട്ട് എന്താ ചെയ്യണമെന്ന് ഒന്ന് കാണിച്ചു തരാം. വരാണെങ്കിൽ നിങ്ങൾ പെട്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ട് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ വെർച്വലൈസേഷൻ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. സെക്കൻഡ് അതെടുത്തോട്ടെ. ഇത് ലാസ്റ്റ് കാണിച്ചാൽ മതിയല്ലേ, ബാക്കിയെല്ലാം കവർ ചെയ്തിട്ട്? മതിയോ? ഫൈൻ, മതി. എങ്ങനെ കാണിക്കാം? വേറെ എന്താണ് നിങ്ങൾക്ക് അതിൽ വരുന്നത്? നിങ്ങൾക്ക് ഇപ്പൊ ഇതിനകത്ത് ഈ ഗൂഗിൾ റിലേറ്റഡ് ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളല്ലേ, അത് കാണിച്ച സമയം കളയുന്നു. ഇപ്പോ ഹലോ മാം, അതിലൊരു സ്പ്രെഡ്ഷീറ്റ് വന്നിട്ട് എന്തോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ? അതൊന്ന് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതൊന്ന് കാണിച്ചു തരാമോ? ആ സെക്കൻഡ് വൺ. ഇതൊക്കെ അറിയാലോ. നമുക്ക് ഗൂഗിൾ ഷീറ്റ്സ് എടുത്തിട്ട് ബ്ലാങ്ക് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം, ബ്ലാങ്ക് സ്പ്രെഡ് ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാം. കഴിഞ്ഞിട്ടുള്ള ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ചോട്ടെ. ഓക്കെ, എന്നിട്ട് ഇവിടെ നമുക്ക് വേണ്ടത് ആദ്യം ഒരു ഡേറ്റ സെറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട വരും. അതിനകത്ത് ഡീറ്റെയിൽസ് വരുന്നത് ബേസിക് വേണം, സാലറിയുടെ ബേസിക് വേണം, DA വേണം, HRA വേണം, PF വേണം, പിന്നെ ടാക്സ്. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് സാലറി കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. എംപ്ലോയി ഇൻഫർമേഷൻ ബേസിക്, DA, HRA, PF, ടാക്സ്. കാര്യങ്ങളല്ലേ പറഞ്ഞേക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് കുറച്ച് റാൻഡം വാല്യൂസ് വെച്ചിട്ട് ഒന്ന് പോപ്പുലേറ്റ് ചെയ്യാം.
നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ഡി എ ആണ്. ഡി എ എത്രയാ പറഞ്ഞേക്കുന്നത്? ഡി എന്ന് പറഞ്ഞാൽ 10% ഓഫ് ബേസിക് ആണ് ഡി എ വരുന്നത്. അപ്പോ അവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കോളത്തിനെ നമുക്ക് ഇക്വേഷൻ ആയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സെക്കൻഡ് അതിന് ഒരു കോളവും കൂടി വേണം നമുക്ക് റിപ്പോർട്ട് പോലെയല്ലേ നമ്മൾ ചെയ്യണം. അപ്പോൾ എംപ്ലോയി നെയിമും കൂടി സെറ്റ് ചെയ്തപ്പോൾ പെർസെൻറ്റേജ് ഓഫ് വരുന്നത്. 10% എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്? 10% എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇക്വേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുണ്ടോ. അപ്പൊ 10% എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈക്വൽ ടു സൈൻ ഇട്ടിട്ട് കൺട്രോൾ ഞെക്കി ഈ കോളം സെലക്ട് ചെയ്യാം. അപ്പൊ B2 സെലക്ട് ചെയ്തു, മൾട്ടിപ്ലൈഡ് ബൈ 10/100 അല്ലേ പെർസെൻറ്റേജ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അപ്പൊ ഇതിന്റെ 0.10 ആയി കഴിഞ്ഞാൽ 10% ഓഫ് ദ ഡി 10% ഓഫ് ദ ബേസിക്. അപ്പൊ 6000 എന്നുള്ള കിട്ടി. അപ്പൊ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ ഇക്വേഷൻ കമ്പ്യൂട്ട് ചെയ്തു. ഇനി അതിനെ ഡ്രാഗ് ചെയ്ത് ബാക്കിയുള്ളതിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെയും ഡി എ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനുള്ളത് HRA ആണ്. HRA ഇക്വേഷൻ ബേസിക്കിന്റെ 30%. ബേസിക്കിന്റെ 30% എന്ന് പറയുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈക്വൽ ടു കൺട്രോൾ ഞെക്കിയിട്ട് ബേസിക്കിൽ ക്ലിക്ക് ചെയ്യുക ഇൻറ്റു 0.30 30%. ഓട്ടോ ഫില്ല് വന്നിട്ട് ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്തു. അപ്പൊ നമ്മൾ HRA കാൽക്കുലേറ്റ് ചെയ്തു. ഇനി PF ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. PF നമുക്ക് ഇക്വേഷൻ ഉണ്ട്. 10% ഓഫ് ദ ബേസിക് 3000 താഴെ ആണെങ്കിൽ 12% ഓഫ് ദ ബേസിക് ഇസ് ഗ്രേറ്റർ ദാൻ 3000. അപ്പോ 3000 ഓക്കെ. അപ്പൊ നമുക്ക് ബേസിക് മാറ്റി കൊടുക്കാം. നമുക്ക് ഇക്വേഷൻ വർക്ക് ചെയ്യുമ്പോൾ നോക്കണമെങ്കിൽ ബേസിക് കുറവങ്ങോട്ട് കൊടുക്കാം. ഓക്കെ. അപ്പോ PFന്റെ ഇക്വേഷൻ എന്താ പറഞ്ഞേക്കുന്നത്? 30,000ന്റെ താഴെയാണ് 3,000ന്റെ താഴെയാണെങ്കിൽ അത് 10% അല്ലെങ്കിൽ 12% എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഈക്വൽസ് ടു ബ്രാക്കറ്റില് ഇക്വേഷൻ എഴുതണം. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഇവിടെ ഫോർമുല എന്തോ ചെയ്യാനായിട്ടുണ്ടാവും. ഇവിടെ ഫംഗ്ഷൻ എൻ്റർ ചെയ്യാനുണ്ട്. ലോജിക്കൽ ഓപ്പറേറ്ററിലാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ഇഫ് ആണല്ലോ വേണ്ടത്. ഓക്കെ. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ ലോജിക്കൽ ഓപ്പറേറ്റർ ഇൻസേർട്ടിൽ പോയിട്ട് കണ്ടില്ല എങ്ങനെയാ ചെയ്തേന്ന്. അത് ചെയ്താലേ കിട്ടുള്ളൂ. ഓക്കെ. ഇഫ് നമ്മുടെ കൺട്രോൾ ഇത് സെലക്ട് ചെയ്തു ഗ്രേറ്റർ ദാൻ 3000 ആണെങ്കിൽ എന്തെന്നാ നമ്മുടെ വാല്യൂ വരേണ്ടത്? ബേസിക്കിന്റെ 10% 0.10 അല്ലേ? ലെസ് ദാൻ ആണെങ്കിൽ 10%.
ആണെങ്കിൽ കൺട്രോൾ വെച്ചിട്ട് കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ട് ബേസിക്കിന്റെ കോളത്തിലെ വാല്യൂ ക്ലിക്ക് ചെയ്യുക ഇൻറ്റു 0.10. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ കണ്ടോ വാല്യൂ ഓട്ടോമാറ്റിക്കലി പോപ്പുലേറ്റ് ആയി. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി ഇതിന്റെ വാല്യൂ കാണിച്ചില്ല. ഇവിടെ ഇൻസേർട്ടിൽ പോയിട്ട് ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷനിൽ പോയിട്ട് ലോജിക്കൽ കണ്ടോ, ലോജിക്കലിൽ എടുത്തിട്ട് ഇഫ് നമുക്ക് ഇഫ് കണ്ടീഷൻ അല്ലേ ചെക്കേണ്ട, ഇഫ് ടാക്സിന്റെ കാണിച്ചിട്ടുണ്ട്, ടാക്സിന്റെ അങ്ങനെ തന്നെയല്ലേ കണ്ടീഷൻ അല്ലേ. ടാക്സിന്റെ 10% ഓഫ് ദ ബേസിക് ആണെങ്കിൽ അല്ല ശരി 1500 താഴെയാണ് ബേസിക് എങ്കിൽ 10%, 1500 2500 ഇടയിലാണെങ്കിൽ 11%, 2500 മീതെ ആണെങ്കിൽ 12%. ഞാൻ ഇവിടെ ഒരു വാല്യൂ ആഡ് ചെയ്തോട്ടെ, നല്ല നിൽക്ക് 1500 താഴെ. പോപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇത് അറിയാലോ, ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. നമുക്ക് ബാക്കി വാല്യൂസ് ഇതിന്റെ ബേസിസിൽ ബാക്കി വാല്യൂസ് പോപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ ബാക്കി വാല്യൂസ് വന്നോളൂ. ടാക്സിന്റെ ബേസിസിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻസേർട്ടിൽ പോയിട്ട് നമ്മുടെ കയ്യിൽ ഫംഗ്ഷൻ ഉണ്ട്, ഫംഗ്ഷൻ എന്നിട്ട് ലോജിക്കലിൽ പോയിട്ട് ഇഫ് എടുക്കാം, ഇഫ് കണ്ടീഷൻ എടുക്കാം. ഇഫ് എടുത്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എന്താ, കണ്ടീഷൻ ബേസിക് 1500 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇഫ് ബേസിക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1500 then 1500 ആണെങ്കിൽ എന്താണ് 10% ഓഫ് ദ ബേസിക്. ഇപ്പൊ ട്രൂ ആണെങ്കിൽ ബേസിക്കിന്റെ 10% 0.10. അപ്പൊ അവിടെ നെസ്റ്റഡ് കണ്ടീഷൻ വരുന്നുണ്ട്. ഫോൾസ് ആണെങ്കിൽ വീണ്ടും ഒരു ഇഫ് എൽസ് കണ്ടീഷൻ വരും. അപ്പോ ഇവിടെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് വീണ്ടും നമ്മൾ ഇഫ് കണ്ടീഷൻ എഴുതണം. ഇവിടെ അപ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ട വരും. വീണ്ടും ഐന്ന് അടിക്കുമ്പോൾ തന്നെ കണ്ടീഷൻ വേണം, എന്നിട്ട് ഇഫ് കൊടുക്കുക, വീണ്ടും ഇഫ് കണ്ടീഷൻ വേണം. എന്നിട്ട് ഇനി അടുത്ത കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്തെന്നാണ്, ഇപ്പൊ 1500 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിലുള്ള കണ്ടീഷൻ കൊടുത്തു. നമുക്ക് അടുത്ത കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ അടുത്ത കണ്ടീഷൻ എന്താണ്, ഇഫ് ബേസിക്കിന്റെ എത്രയാണെന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. 1500 ഇനി നോക്കേണ്ടത് ബേസിക് 2500 താഴെയാണോ നോക്കണം. അതല്ലേ നമുക്ക് വന്നേക്കുന്ന കണ്ടീഷൻ. അപ്പൊ നമ്മള് ഓൾറെഡി ചെക്ക് ചെയ്തു 1500 താഴെയാണോ എന്ന് ഓൾറെഡി കണ്ടീഷൻ ചെക്ക് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്തെന്നാണ്, 2500 താഴെയാണോ എന്ന് ചെക്ക് ചെയ്യണം. 2500 താഴെയാണെങ്കിൽ ഇറ്റ് മീൻസ് ഇറ്റ് ഫോൾസ് ഇൻ ദ ഫോൾസ് ബിറ്റ്വീൻ 1500 and 2500. അപ്പൊ അടുത്ത കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യേണ്ടത് അതാണ്. If P2 is less than or equals to 2500, then less than ആണെങ്കിൽ 12%, 0.12, അല്ലെങ്കിൽ less than ആണെങ്കിൽ 11% അല്ലെങ്കിൽ 12%. Less than ആണെങ്കിൽ 11%, അല്ലെങ്കിൽ basic into 12%. ഇവിടെ if condition കണ്ടോ,
B2 1500 താഴെയാണെങ്കിൽ 10%, 1500ന്റെയും 2000ന്റെയും 2500ന്റെയും ഇടയിലാണ് വരുന്നതെങ്കിൽ 11%, അതുമല്ല അതിന്റെ മീതെ ആണെങ്കിൽ 12%. ഇത് 11% ആണ് കാൽക്കുലേറ്റ് ചെയ്തത്, ഇത് 12%. 12. എന്തോ കണ്ടീഷൻ കറക്റ്റ് അല്ലേ? 1500 താഴെയാണെങ്കിൽ 10%, അതല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് 2500ന്റെയും 2500ന്റെയും ഇടയിലാണെങ്കിൽ 11%, അല്ലെങ്കിൽ 12%. അപ്പൊ ടാക്സ് നമുക്ക് വരുന്നത് കുറയാണ്. ടാക്സ് വരുന്നത് പിന്നെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് ടോട്ടൽ സാലറിയാണ്, ഗ്രോസ് സാലറി. ഗ്രോസ് സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗ്രോസ് സാലറി നമുക്ക് കമ്പ്യൂട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടാക്സ് കൂട്ടില്ല, പകരം ബാക്കി സാലറി. ഗ്രോസ് സാലറി എത്രയായിരിക്കും നമുക്ക് വരാം? ഗ്രോസ് സാലറി നെറ്റ് സാലറി. ഗ്രോസ് സാലറി എന്ന് പറയുന്നത് നമ്മൾ എത്ര കമ്പ്യൂട്ട് ചെയ്യാം? ഗ്രോസ് സാലറിയിൽ നമുക്ക് മാത്രം കൂട്ടും. ബേസിക് ഈക്വൽസ് ടു ബേസിക്കിന്റെ കോളം പ്ലസ് പിയുടെ കോളം പ്ലസ് HR കോളം. ഇതാണ് നമ്മുടെ ഗ്രോസ് സാലറി. ഇപ്പൊ എല്ലാത്തിനും ഗ്രോസ് സാലറി. ഇനി നെറ്റ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ വരാറ്? നെറ്റ് സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേസിക് പ്ലസ് DA പ്ലസ് HR മൈനസ് PF മൈനസ് ടാക്സ്. ഇതാണ് നമ്മുടെ നെറ്റ് സാലറി വരുന്നത്. ഇങ്ങനെയാണ് സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ ഇക്വേഷൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഡിഡക്ഷൻസ് ഒന്നും വരുന്നില്ല. അപ്പൊ നിങ്ങൾക്കിപ്പോ ഇങ്ങനെ സ്പെസിഫിക്കലി അറിയാമെങ്കിൽ ഗ്രോസ് സാലറി ഇങ്ങനെയാണ് ഇക്വേഷൻ
കൺട്രോൾ പ്രസ് ചെയ്യുന്നത് കോളം സെലക്ട് ചെയ്യാൻ വേണ്ടി ഏത് സെല്ലാണ് നിങ്ങൾ കൊടുക്കുന്നതെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈക്വൽസ് കൊടുത്തിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് വെച്ചിട്ട് ആ സെല്ലിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ ആ സെല്ലിന്റെ വാല്യൂ ഏതാണെന്നുള്ളത്. ഇപ്പൊ അത് ചെയ്യണമെങ്കിൽ പകരം നിങ്ങൾ ഇവിടെ സെല്ലിൽ കൊണ്ടുവയ്ക്കാൻ നിങ്ങൾക്ക് അറിയാലോ ബി എന്ന് പറഞ്ഞ കോളത്തില് സെക്കൻഡ് റോയില് B2 അങ്ങനെ വെക്കാനും മതി. കൺട്രോൾ പ്രസ് ചെയ്ത് അവിടെ പോയി സെലക്ട് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്താലും മതി. B2 സെല്ല് ഓട്ടോമാറ്റിക്കായി സെലക്ട് ആയിക്കോളും. അങ്ങനെ ചെയ്താലും മതി. കൺട്രോൾ പ്രസ് ചെയ്യാൻ നമ്മൾ സെലക്ട് ചെയ്താലും വരില്ല ഡയറക്റ്റ് ഇല്ല. കൺട്രോൾ പ്രസ് ചെയ്യാതെ സെലക്ട് ചെയ്താലും മതി. നമ്മൾ എക്സലിൽ ചെയ്യുമ്പോൾ യൂഷ്വലി കൺട്രോൾ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു ഇല്ല കേട്ടോ. അത് നന്നായിട്ട് ക്വസ്റ്റ്യൻ്റെ ബേസിക് ചെയ്യാൻ മാത്രം10% of the base salary if the salary is less than or equal to 30,000. അല്ലെങ്കിൽ 12,000. 12%. 10% അല്ലെങ്കിൽ 12%. അപ്പോൾ ഇവിടെ നമുക്ക് if കണ്ടീഷൻ ആണ് ഈക്വൽസ് ചെയ്തിട്ട് ഇൻസേർട്ട് പോയി പ്ലസ് ചെയ്യാൻ തന്നെ ഐ എടുക്കുമ്പോൾ if basic is salary is greater than 30,000. If the salary is greater than 30,000, then B2 into 2.12 അല്ലെങ്കിൽ B2 into 0.10 ആണ് നമുക്ക് പി എഫ് വരുന്നത്. Tax 10% of the basic salary if the salary is less than 50,000 അല്ലെങ്കിൽ 15%. ഗ്രോസ് സാലറിയും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് നെറ്റ് സാലറി മാത്രം സാലറിയുടെ ഇക്വേഷൻ അപ്പൊ നെറ്റ് സാലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് പ്ലസ് ഡി എ മൈനസ് ബേസിക് പ്ലസ് ഡി എ പ്ലസ് പി എഫ് മൈനസ് ടാക്സ്. പി എഫ് ആഡ് ചെയ്യാൻ ചെയ്തത്
basic plus BA plus BF minus tax. ഇതാണ് നിങ്ങൾക്ക് എക്സാമിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ. വേറെ ഏതാ പോർഷൻ ഞാൻ പറയണ്ടേ? നിങ്ങൾ നോക്കി പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു. ആ പ്രോഗ്രാമിംഗ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, കുറച്ച് പ്രോബ്ലംസും പ്രോഗ്രാമുകൾ ഞാൻ ഷെയർ ചെയ്തിട്ടേക്കാം. വേറെ ഏതാ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം. ഗൂഗിൾ ഡോക്സിൽ പേജിന് എങ്ങനെ നമ്പർ ചെയ്യാന്നൊന്ന് കാണിച്ചു തരുമോ? ഇൻസേർട്ടിൽ പോയിട്ട് നമുക്ക് ഇവിടെ കണ്ടോ ഹെഡേഴ്സ് ആൻഡ് ഫൂട്ടർ കണ്ടോ? ഫൂട്ടർ എടുക്കാം. പേജ് നമ്പർ ഫൂട്ടർ എടുക്കണ്ട, അല്ലാണ്ട് തന്നെ പേജ് നമ്പർ കഴിഞ്ഞാൽ പേജിൽ പേജ് നമ്പേഴ്സ് ഇൻസേർട്ട് ആയി. നിങ്ങൾക്ക് പുതിയ പേജ് എടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പേജ് നമ്പർ വന്നിട്ടുണ്ട്. ഇൻസേർട്ടിൽ പേജ് നമ്പേഴ്സ് എടുത്താൽ മതി. എവിടെ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുത്ത് എടുക്കാം. ഓക്കെ. വേറെ എന്തെങ്കിലും ഉണ്ടോ? മിസ്സേ, ആർ പ്രോഗ്രാമിംഗ് ആർ സ്റ്റുഡിയോയിൽ മാത്രമാണോ ചെയ്യാൻ പറ്റുന്നത്? പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ടെർമിനലിൽ ചെയ്യേണ്ടി വരും. സ്റ്റുഡിയോ അല്ലെങ്കിൽ ടെർമിനലിൽ ചെയ്യേണ്ടി വരും. ചെയ്യാൻ കൺവീനിയന്റ് ആയിട്ടുള്ള ഐഡി എന്ന് പറഞ്ഞാൽ ആർ സ്റ്റുഡിയോ ആയിരിക്കും. അല്ല, ഇൻ കേസ് അവിടെ ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാറുണ്ട്? ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾഡ് അല്ലെങ്കിൽ ടെർമിനൽ എടുത്തിട്ട് ചെയ്യേണ്ടി വരും. ഏത് എക്സ്റ്റൻഷനാണ് യൂസ് ചെയ്യാറുള്ളത്? ഓൺലൈൻ ഇന്റർപ്രറ്റേഴ്സ് ആക്സസ് ചെയ്യാൻ സമ്മതിക്കുമോ? എന്തോ കോളിന്റെ അത് തരണ പോലെ അല്ല ശ്രീരാഗ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാണ്ട് ഫെർദർ ചെയ്യാൻ പറ്റില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെർമിനൽ വഴി ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ചെയ്യാണ്ട് നമ്മള് ഇത് ഓൺലൈൻ എടുത്തെന്ന് പറഞ്ഞാൽ ചിലപ്പോഴേ സമ്മതിക്കുള്ളൂ. ഞങ്ങൾക്ക് പെട്ടെന്ന് ഇൻസ്റ്റാൾ ആക്കാൻ പറ്റിയതാണോ മിസ്? ആർ സ്റ്റുഡിയോ വലിയ കുഴപ്പമില്ല, പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ആർ സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. പക്ഷെ ഉണ്ടാവാനാണ് ചാൻസ്. ഓക്കെ. ആർ സ്റ്റുഡിയോ ഉണ്ടാവാനാണ് ചാൻസ്. കാരണം നിങ്ങൾക്ക് അത് സിലബസിലുള്ള സ്ഥിതിക്ക് ഉണ്ടാവാനാണ് ചാൻസ്. ഞാൻ എടുത്ത് കാണിച്ചു എടുത്തോട്ടെ.
ആർസ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട വരും കേട്ടോ. കമന്റ് വഴി ചെയ്യാനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ റിപ്പോർട്ടായിട്ട് വരില്ല. ഞാൻ ആക്ച്വലി 6 സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. പകരം ആർ സ്റ്റുഡിയോയിൽ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്തത്. അതുകൊണ്ട് എനിക്കത് വർക്ക് ചെയ്യാത്തത്. ശരിക്കും ആർ സ്ക്രിപ്റ്റ് ഫയൽ നെയിം റൺ ചെയ്താൽ വർക്ക് ചെയ്യും. എനിക്ക് 6 സെപ്പറേറ്റ് ഇല്ലാത്തതുകൊണ്ട് 6 ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. എന്നാലേ അത് വർക്ക് ചെയ്യും. നമ്മൾ ആർ സ്റ്റുഡിയോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന് കൂടെ തന്നെ 6 ഇൻസ്റ്റാൾ ആവും. അപ്പൊ പിന്നെ നമുക്ക് എക്സ്റ്റേണലി വേറെ 6 ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് ഞാൻ ആർ സ്റ്റുഡിയോ മാത്രമാണ് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. 6 സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതിപ്പോ 5 മിനിറ്റ് കാണിക്കുന്നുണ്ട് ഡൗൺലോഡ്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ ഗൂഗിൾ ആപ്പ് എഞ്ചിൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 33 ഒരു സെഷൻ കിടക്കുന്നു. അതൊന്ന് പറയാമോ? വെർച്വൽ മെഷീന്റെ അല്ലേ? ക്വസ്റ്റ്യൻ ആണോ സെഷൻസ് അല്ലെങ്കിൽ ഗൂഗിൾ ആപ്പ് എഞ്ചിൻ ഫോളോയിങ് എന്ന് പറഞ്ഞ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രോഗ്രാം എഴുതണം. ഫ്രീ സർവീസ് ആണോ അത്? ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല ഇതുവരെ. നോക്കട്ടെ.
എന്നിട്ട് API ആക്സസ് ചോദിക്കുന്നുണ്ടല്ലോ. പ്രോജക്റ്റ് അല്ലാണ്ട് അതായത് ബില്ലിംഗ് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ലെന്നാണ് പറയുന്നത്. ഹലോ, ഞാനിതേ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സ്റ്റെപ്സ് കിട്ടുവാണെങ്കിൽ ഞാൻ ഡോക്യുമെന്റ് ചെയ്ത് അയച്ചത്. ഞാൻ ഇപ്പൊ നോക്കിയിട്ട് ഇതിനകത്ത് കമ്പ്യൂട്ടർ എഞ്ചിനാ എടുക്കേണ്ടത്. അപ്പൊ എടുക്കുമ്പോ ബില്ലിംഗ് ഓക്കെ ചോദിക്കുന്നില്ല. മിസ്. ബില്ലിംഗ് ഇല്ലാണ്ട് കുഴപ്പമില്ല. പോസിബിൾ ആണോ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ഡോക്യുമെന്റ് ചെയ്തിട്ട് അയച്ചു തരാം സ്റ്റെപ്സ്. ഓക്കെ മിസ്, അത് എന്താ സംഭവം എന്നൊക്കെ ഒന്ന് ഒരു വോയിസ് അയച്ചാലും മതി. നമുക്ക് ബേസിക് ആയിട്ട് അതിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഫീച്ചേഴ്സ് എഴുതാൻ വേണ്ടിയിട്ട്. ഞാൻ അയച്ചത് ഞാൻ നോക്കിയിട്ട് റൺ ചെയ്യാനായിട്ട് ശരിക്കും ആപ്പ് എഞ്ചിൻ എടുത്തിട്ട് VM ക്രിയേറ്റ് ചെയ്താൽ മതി. പക്ഷേ ഇതിനകത്ത് ചോദിക്കുന്നുണ്ട്, പേയ്മെന്റ് ചോദിക്കുന്നുണ്ട്. അത് കാരണം നോക്കട്ടെ, ഞാൻ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് കിട്ടാണെങ്കിൽ ഞാൻ അയച്ചു തരാം. ഓക്കെ മിസ്. അതുപോലെ സ്ലൈഡ് നമുക്ക് ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ വന്നിട്ടുണ്ട്. സ്ലൈഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതൊരു ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാൻ. അപ്പൊ നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കി വെക്കണോ? ഗ്രൂപ്പിലോട്ട് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ്? ഞാൻ വായിച്ചുതരാം മിസ്. നിങ്ങളുടെ എക്സാമിന്റെ ഇതിനകത്ത് വന്നേക്കണാണോ? മറ്റേ സെറ്റ് 1 സെറ്റ് 2 എന്ന് പറഞ്ഞതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണോ? അതെ അതെ. സെറ്റ് 3-ലാണ് ചോദിച്ചിട്ടുള്ളത്. യൂസ് ഗൂഗിൾ സ്ലൈഡ്സ് ആൻഡ് പ്രിപ്പയർ 5 slides on the topic cloud computing. Share these slides in a group in edit mode.
അത് എഡിറ്റ് മോഡിൽ അങ്ങ് ഷെയർ ചെയ്താ പോരെ. ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഗ്രൂപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? നമ്മൾ ഇൻഡിവിജ്വൽ ഇമെയിൽ ഐ ഡിക്കല്ലേ ഷെയർ ചെയ്യുക നോർമലി? ഷെയർ കൊടുക്കുമ്പോ മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ഷെയർ ചെയ്താൽ മതിയാവുമായിരിക്കും. ഓക്കെ. അല്ല ഗ്രൂപ്പായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് പോലെ അങ്ങനെ ഗ്രൂപ്പ് ഒന്നും ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ? മൾട്ടിപ്പിൾ പേഴ്സൺസിന് ഒരുമിച്ച് അല്ല, അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? ഗ്രൂപ്പ് എന്ന് ഉദ്ദേശിക്കുന്നതേ നമ്മള് വിത്ത് ലിങ്ക് മാറ്റിയിട്ട് ഗൂഗിൾ ഗ്രൂപ്പ്സ് ഇല്ലേ, ജിമെയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗൂഗിൾ ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലേ? അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ? ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഗൂഗിൾ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു. നമുക്ക് അതിൽ പല ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ പറ്റും, പല ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ബൾക്കായിട്ട് ആൾക്കാർക്ക് മെയിൽ അയക്കാനും നമുക്ക് ഡോക്യുമെന്റ്സ് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ട് ഗൂഗിൾ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇത് എന്തെങ്കിലും ജസ്റ്റ് വന്നിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഗ്രൂപ്പില് ആർക്കൊക്കെ സെർച്ച് ചെയ്യാൻ പറ്റും, പിന്നെ ആർക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും, പിന്നെ കോൺവെർസേഷൻസ് ആർക്കൊക്കെ കാണാൻ പറ്റും, ആർക്കൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ വ്യൂ ചെയ്യാൻ പറ്റും, അങ്ങനെ ജനറൽ ഡീറ്റെയിൽസ്. എന്നിട്ട് നമുക്ക് ആൾക്കാരെ ആഡ് ചെയ്യാം. ജസ്റ്റ് ഒരാൾ മാത്രം ആഡ് ചെയ്തു, എന്നിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഗൂഗിൾ ഗ്രൂപ്പ്. ദിസ് ഇസ് മൈ ഗൂഗിൾ ഗ്രൂപ്പ്. ഇനി ഞാനിവിടെ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഞാൻ സ്ലൈഡ് ഒന്നും എടുത്തിട്ട് ഷെയർ കൊടുക്കുകയാണെങ്കിൽ അപ്ഡേറ്റ് ആയിട്ടില്ല. ഇവിടെ ഞാൻ ആ ഗ്രൂപ്പിന്റെ പേരെടുക്കുമ്പോൾ ആ ഗ്രൂപ്പിന്റെ പേര് ലിസ്റ്റ് ചെയ്ത് വരും. ഓക്കെ, താങ്ക്സ്. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുത്താൽ മതി ഗ്രൂപ്പ്. അല്ലെങ്കിൽ ലിങ്ക് കോപ്പി ചെയ്തിട്ട് ഷെയർ എടുത്തിട്ട് ലിങ്ക് ഇല്ലേ, റെസ്ട്രിക്റ്റഡ് ആക്സസ് മാറ്റിയിട്ട് എനിവൺ വിത്ത് ലിങ്ക് ആക്കാം. റെസ്ട്രിക്റ്റഡ് ആക്സസ് മാറ്റിയിട്ട് എനിവൺ വിത്ത് ലിങ്ക് ആക്കാം. എന്നിട്ട് ലിങ്ക് കോപ്പി ചെയ്യാം. എന്നിട്ട് എൻ്റെ ഗ്രൂപ്പിൽ കയറിയിട്ട് ന്യൂ കോൺവെർസേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്താൽ മതി, ആ ലിങ്ക് ഷെയർ ചെയ്താൽ മതി ഇതിനകത്ത്.
എന്നുവെച്ചാൽ മെസ്സേജ് അയക്കണ പോലെ തന്നെ ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ഷെയർ ആയി എൻ്റെ മെസ്സേജ്. അപ്പോൾ ഈ ലിങ്ക് കയറിയിട്ട് ഗ്രൂപ്പിൽ നിന്ന് ആൾക്കാർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് വേറൊരു ഓൾട്ടർനേറ്റീവ്. പക്ഷെ ഇതല്ലാണ്ട് നമുക്ക് സ്ലൈഡ് ഷോയിൽ തന്നെ ഷെയർ കൊടുക്കുമ്പോൾ ഇവിടെ ഗ്രൂപ്പിന്റെ പേര് കൊടുക്കാൻ പറ്റും. എന്തോ കാരണം നമുക്ക് അത് വരുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി, ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ മതി. ഓക്കെ മിസ്. വേറെ ഏതാ ഉള്ളത്? വേറെ ഏതെങ്കിലും പോർഷൻ ഉണ്ടോ നോക്കേണ്ടത്? മാം സെക്ഷൻ 5 ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ഇത് ലാബ് മാനുവൽ ഇത് ചെയ്തായിരുന്നോ? ഈ സെക്ഷൻ 5 നിങ്ങൾ ലാബ് മാനുവൽ ചെയ്തതാണോ? ആക്ച്വലി ഞങ്ങൾക്ക് ഇതിന്റെ ലാബ് സെഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. നമുക്കത് ഇതുവരെ അത് അതിന്റെ റെക്കോർഡ് വെച്ചിട്ടില്ലേ നിങ്ങൾ? പക്ഷെ അപ്പൊ റെക്കോർഡിൽ എങ്ങനെയാ ചെയ്തത്? റെക്കോർഡിൽ ഏതെങ്കിലും ഒരു 10 പ്രോഗ്രാംസ് എഴുതി വെച്ചോളാണ് പറയുന്നത്. അല്ലാണ്ട് ഇത് എല്ലാം ചെയ്യണം എന്നില്ല. ഓക്കെ, ഈ സംഭവം ഇപ്പൊ ആക്സസ് ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ആക്സസ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു. ഡൗൺലോഡ് ചെയ്യാൻ ടൈം കാണിക്കുന്നുണ്ടല്ലോ.
എനിക്ക് അക്കൗണ്ട് ഇല്ല, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ വേണ്ടി വരും ഇപ്പൊ. സ്റ്റാക്ക് ഫ്രീ ആണ്. സ്റ്റാക്ക് ഫ്രീ ആണ്. അതിനകത്ത് ഇനി കോമ്പോണൻസ് ഏതെങ്കിലുമൊക്കെ പെയ്ഡ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഫ്രീ ആണ്. ഞാൻ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഡോക്യുമെന്റ് ചെയ്ത് അയച്ചാൽ മതിയോ? മതി മതി മിസ്. അക്കൗണ്ട് ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം, പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തേക്കാം. അതിന്റെ കൂടെ ഒരു വോയിസും കൂടെ അയക്കുകയാണെങ്കിൽ നമുക്ക് യൂസ്ഫുൾ ആയിരുന്നു. അത് എന്താണ് സംഭവം എന്നൊക്കെ, ഇത് ഞങ്ങൾക്ക് എന്താന്ന് പോലും അറിഞ്ഞൂടാ. ഓക്കെ, അയച്ചിട്ടേക്കാം. ഞാൻ വെർച്വൽ ബോക്സ് വെർച്വൽ ബോക്സ് കാണിച്ചു തരാം. എനിക്ക് ഉബുണ്ടുവിന്റെ ISO ഫയൽ ഡൗൺലോഡ് ആയില്ല. ആണോ? ഓക്കെ, വേണമെങ്കിൽ കുഴപ്പമില്ല, പറഞ്ഞതാണ്. വേണമെങ്കിൽ എന്താ സംഭവം എങ്ങനെ ഇരിക്കണേന്നൊന്ന് കാണിച്ചു തന്നേക്കാന്ന് ഓർത്തായിരുന്നു. വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് നോക്കാം. ആവശ്യമുണ്ടോ വെർച്വൽ ബോക്സ് ആർക്കെങ്കിലും? വേണ്ട മിസ്, തിയറി എഴുതാൻ പാകത്തിനൊരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ മതി. ഞങ്ങൾക്ക് എന്താന്ന് ഒന്ന് തിയറി എഴുതണം എന്നുണ്ടെങ്കിൽ. വെർച്വൽ ബോക്സിന്റെ തിയറി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്താണ് വെർച്വൽ ബോക്സ്, നിങ്ങൾക്ക് എങ്ങനെയാ യൂഷ്വലി അങ്ങനെയൊക്കെ ചോദിക്കും, എന്താ വെർച്വൽ ബോക്സ്? വെർച്വൽ ബോക്സ് സെറ്റപ്പ് ചെയ്യാനുള്ള സ്റ്റെപ്സ് അങ്ങനെ ചോദിച്ചിട്ടുള്ളത്. സ്റ്റെപ്സ് അല്ലേ? അതെ, ഒറാക്കിളിന്റെ വെർച്വൽ ബോക്സ് സെറ്റപ്പ് ചെയ്യാനുള്ള സ്റ്റെപ്സ് അങ്ങനെ. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ ബേസിക് ഇൻസ്റ്റലേഷൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഞാൻ എന്തായാലും ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാം, മനസ്സിലാവുമല്ലോ എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക്. മിസ് PDF ഷെയർ ചെയ്യാൻ പറഞ്ഞില്ല, അതില് ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ സ്റ്റെപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്തോ? വെർച്വൽ ബോക്സിൽ ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടാവാറില്ല, നമ്മൾ യൂഷ്വലി അപ്ലോഡ് ചെയ്യാറില്ല പതിവ്. നോക്കാം, ചെക്ക് ചെയ്യാം. ഞാൻ ഇതുവരെയും യൂസ് ചെയ്തേന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ഉബുണ്ടുവിന്റെ അല്ലെങ്കിൽ വിൻഡോസിന്റെ ISO അപ്ലോഡ് ചെയ്തിട്ടാ, വേറെ ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല. എന്തോ? കേട്ടില്ല. ഉണ്ടാവും, നോക്കണ്ട വരും, എനിക്ക് ഉറപ്പില്ല. സ്റ്റെപ്സ് ചോദിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടാൽ വേഗം എളുപ്പമായില്ലേ? ആ, സ്റ്റെപ്സ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ എന്തായാലും ഇതിനകത്ത് സ്റ്റെപ്സ് ഇല്ലേ? നിങ്ങളുടെ ലാബ് മാനുവലിൽ ഓൾറെഡി സ്റ്റെപ്സ് ഇല്ലേ? ഇതിൽ സ്റ്റെപ്സ് ഇല്ലല്ലോ എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോ ഒറാക്കിളിന്റെ വെർച്വൽ ബോക്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ ആ വെബ്സൈറ്റിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഒറാക്കിളിന്റെ വെർച്വൽ ബോക്സ് ആണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇത് ഡൗൺലോഡ് ചെയ്യണം.
ഒറാക്കിൾ വെർച്വൽ ബോക്സ് ഏത് ഹോസ്റ്റിന് വേണ്ടി, ഇപ്പൊ ഇവിടെ നമുക്ക് വിൻഡോസിന് വേണ്ടി ആയതുകൊണ്ട് വിൻഡോസ് ഹോസ്റ്റ് ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് ഇവിടെ IXE ഫയൽ വെർച്വൽ ബോക്സ് IXE ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ ഓപ്പൺ ചെയ്യാൻ കൊടുത്തു. അപ്പൊ അത് ഓപ്പൺ ചെയ്യാൻ കൊടുത്തപ്പോഴാണ് ഇത് വന്നത്. ഇവിടെ വെർച്വൽ ബോക്സ് സെറ്റപ്പ് വിസാർഡ് ആണ്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഇത് എങ്ങനെ വേണം നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ എന്നുള്ളത് ഡിഫോൾട്ട് തന്നെ മതി. നെക്സ്റ്റ് കൊടുക്കാം. നെറ്റ് കട്ടാവും. തൽക്കാലം ഞാൻ നെറ്റ്വർക്കിംഗ് ഇന്റർഫേസ് ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് ഇന്റർഫേസും കൂടി ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്യാം. വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴേ ഒരു നെറ്റ്വർക്കിംഗ് ഫീച്ചർ ഉണ്ട്. പക്ഷെ നമ്മുടെ നെറ്റ്വർക്കായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്റെ നെറ്റ് ടെമ്പററി ഡിസ്കണക്ട് ആവും എന്നാണ് പറയുന്നത്. പക്ഷെ അതില്ലാണ്ട് പ്രൊസീഡും ചെയ്യുന്നില്ല ഇൻസ്റ്റലേഷൻ. ഞാൻ ഒന്ന് യെസ് കൊടുത്ത് നോക്കട്ടെ. ഇന്ററപ്റ്റ് ആവുകയാണെങ്കിൽ റീകണക്ട് ചെയ്യാം. സ്റ്റാർട്ട് മെനുവിൽ വേണോ ഷോർട്ട് കട്ട് വേണോ എന്നൊക്കെ ഉള്ളതാണ് ഇൻസ്റ്റലേഷൻ. ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നെറ്റ്വർക്ക് ഇന്ററപ്റ്റഡ് ആയതാ. ഒന്നും കൂടെ ഒന്ന് വരട്ടെ കേട്ടോ, ഒരു സെക്കൻഡ്. മിസ് അത് വരുന്ന ഗ്യാപ്പിൽ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. പറഞ്ഞോ. നമ്മൾ ഗൂഗിൾ ഡോക്സിൽ റെസ്യൂം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടേ. അപ്പൊ റെസ്യൂം നമ്മൾ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ശ്രദ്ധിക്കാനുണ്ടോ, അതോ സാധാ ഡോക്യുമെന്റ് പോലെ ക്രിയേറ്റ് ചെയ്താൽ മതിയോ? ഹലോ മിസ് കേട്ടായിരുന്നു ക്വസ്റ്റ്യന്? ഞാൻ കേട്ടു. നിങ്ങൾക്ക് ഗൂഗിൾ ഡോക്സിൽ ചെയ്യുമ്പോൾ ഈ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടോ? അതറിഞ്ഞൂടാ മിസ്, സ്പെഷ്യൽ ആയിട്ട് അതിലൊന്നും പറയണില്ല. ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഗൂഗിൾ ഡോക്സിൽ തന്നെ ടെംപ്ലേറ്റ്സ് ഉണ്ട് നമ്മുടെ ഇതിന്റെ റെസ്യൂമിന്റെ. അതാവുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാണ് ചെയ്യാനായിട്ട്. ജസ്റ്റ് ഡീറ്റെയിൽസ്. പക്ഷെ എനിക്കറിയില്ല പറ്റുമെന്ന്. പറ്റിയില്ലെങ്കിൽ ഇവിടെ ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് കേട്ടോ. നെറ്റ്വർക്ക് റീസെറ്റ് ആയതായിരുന്നു ഇടയ്ക്ക്. ഇത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഈ പേജ് അല്ല, ഗൂഗിൾ ഡോക്സിന്റെ അല്ലാണ്ട് നമ്മൾ
എല്ലാ ഡോക്കും കൂടി വിസിബിൾ ആയിട്ടുള്ള പേജില്ലേ, പേജ് എടുക്കുക. എന്നിട്ട് ടെംപ്ലേറ്റ്സ് ഉണ്ടോ, റെസ്യൂം ഉണ്ടോ, റെസ്യൂമയുടെ ടെംപ്ലേറ്റ് ഉണ്ട്. എടുത്തിട്ട് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ബാക്കിയെല്ലാം കറക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി, എല്ലാം ചെയ്താൽ മതി. ഇനി ഇത് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ഫോർമാറ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ രീതിയിൽ റെസ്യൂം ക്രിയേറ്റ് ചെയ്താൽ മതി. ഈ റെസ്യൂം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടായാലും കുഴപ്പമില്ല. റെസ്യൂം എന്ന് വെച്ചാൽ നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണല്ലോ, അത് ഏത് രീതിയിലായാലും കുഴപ്പമില്ല. ബേസിക് ഒരു ഫോർമാറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കി വെച്ചു. നമ്മൾ ടെംപ്ലേറ്റ് എടുക്കുമ്പോൾ അതൊന്ന് നോക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ വെർച്വൽ ബോക്സ് ഇൻസ്റ്റാൾ ആയി. ഇതാണ് എൻ്റെ വെർച്വൽ ബോക്സ്. എന്നിട്ട് ഇവിടെ ഞാൻ ആഡ് കൊടുത്തിട്ടുണ്ട്. ഇമേജ് ഡിഫോൾട്ട് ആയിട്ട് ഉണ്ടോ നോക്കട്ടെ. ഞാൻ ഏതെങ്കിലും ഒരു ISO ഫയൽ ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ സപ്പോസ് എൻ്റെ അടുത്ത് ഉബുണ്ടുവിന്റെ ISO ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, എൻ്റെ അടുത്ത് സെന്റോയ്സിന്റെ ISO ഉണ്ട്, ഞാൻ ISO ഫയൽ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. സെന്റോയ്സ് എങ്ങനെ വെർച്വൽ ബോക്സിൽ ഇൻസ്റ്റാൾ ചെയ്യണം, ഒരു വെർച്വൽ മെഷീൻ ഞാൻ സെന്റോയ്സിന്റെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ സെന്റോയ്സ് ആണ് എൻ്റെ OS. സെന്റോയ്സ് എൻ്റെ ISO ഫയൽ ഉണ്ടായിരുന്നു. വെർച്വൽ മെഷീനിൽ ഒരു എന്തെങ്കിലും ഒരു പേര് കൊടുത്തു. സി ഡ്രൈവില് യൂസേഴ്സിന്റെ അതിൽ അവിടെയാണ് വെർച്വൽ മെഷീനിന്റെ ഇൻസ്റ്റാൾ ആവുന്നത്. എന്നിട്ട് ഇവിടെ ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ലിനക്സ് ആണ്. സെന്റോയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് റെഡ് ഹാറ്റ് തന്നെയാണ് വരുന്നത്. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്തോളൂ. നമ്മൾ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണോ അതിന്റെ ISO ഇമേജ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കാര്യങ്ങൾ വന്നുകൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അടുത്തത് നമ്മളോട് ചോദിക്കുന്നത് വെച്ചാൽ വെർച്വലൈസേഷന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയില്ലേ? നമ്മളുടെ കയ്യിൽ കംപ്ലീറ്റ് റിസോഴ്സസ് ഉള്ള ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു പോർഷൻ ഓഫ് ദ റിസോഴ്സസ് എടുത്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വെർച്വൽ. നമ്മൾ അവിടെ സിമുലേറ്റ് ചെയ്യണം. നമ്മളുടെ കയ്യിലുള്ള എൻറ്റയർ സിസ്റ്റത്തിന്റെ അകത്ത് നമ്മളൊരു പോർഷൻ ഓഫ് ദ റിസോഴ്സസ് യൂസ് ചെയ്തിട്ട് അവിടെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് സെപ്പറേറ്റ് സിസ്റ്റം ഉണ്ടെന്നുള്ള രീതിയിൽ സിമുലേറ്റ് ചെയ്യുന്നതിനെയാണ് വെർച്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നമ്മൾ സെന്റോയ്സിന്റെ വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് മെമ്മറിയും അലോക്കേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് പ്രോസസ്സേഴ്സും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതാണ് ഇവിടെ ചോദിക്കുന്നത്, ഹാർഡ്വെയർ റിസോഴ്സസ് എത്ര ആ വെർച്വൽ മെഷീന് വേണ്ടി അലോക്കേറ്റ് ചെയ്യണം എന്നുള്ളത്. ഈ വെർച്വൽ മെഷീൻ റണ്ണിങ് ആയിരിക്കുമ്പോൾ മാത്രമേ ഈ റിസോഴ്സസ് അത് യൂട്ടിലൈസ് ചെയ്യുള്ളൂ. അല്ലാത്തപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ എന്ത് കോഡ് റൺ ചെയ്താലും നമുക്ക് മൊത്തം റിസോഴ്സ് കിട്ടും. വെർച്വൽ മെഷീൻ റൺ ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് നോക്കും. ഇവിടെ മെമ്മറി ഡിഫോൾട്ട് ആയിട്ട് 2048 MB, പക്ഷെ 2 GB ആണ് കിടക്കുന്നത്. നമുക്ക് അത് തന്നെ ഇരിക്കട്ടെ. പ്രോസസ്സേഴ്സ് എൻ്റെ ഇതിനകത്ത് 4 പ്രോസസ്സേഴ്സ് ഉള്ളത്. അപ്പോൾ ഒരു പ്രോസസ്സർ ഡിഫോൾട്ട് ആയിട്ട് സെലക്ട് ചെയ്തായിരുന്നു, അപ്പൊ അത് മതി. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ഇനി അത് റാം ആയിരുന്നു, 2 GB റാം ആയിരുന്നു. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഹാർഡ് ഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്ക് വെർച്വൽ ഹാർഡ് ഡിസ്കിന്റെ സൈസ് എത്ര കൊടുക്കണം എന്നുള്ളത്. വെർച്വൽ ഹാർഡ് ഡിസ്കിന്റെ സൈസ് ഇവിടെ 20 GB ആയിരുന്നു. നമുക്ക് അത്രയും വേണ്ട, നമുക്കൊരു 5 GB മതി, അതിൽ കൂടുതൽ വേണ്ട. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ യൂസേജ് അനുസരിച്ച് അത് അലോക്കേറ്റ് ആയി പോകുള്ളൂ. അതല്ല, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ മൊത്തം സ്പേസ് വേണമെങ്കിൽ ഇവിടെ ഈ പ്രീ അലോക്കേറ്റ് ഫുൾ സൈസ് കൊടുക്കണം. പക്ഷെ അത് ചൂസ് ചെയ്യാത്തതാണ് നല്ല. പകരം നമുക്ക് യൂസേജ് വരുന്ന അനുസരിച്ച് നമുക്ക് ചെയ്താൽ മതി. എന്നിട്ട് ഇത് നമ്മുടെ സമ്മറി വന്നു, നമ്മുടെ വെർച്വൽ മെഷീന്റെ സമ്മറി വന്നു, എന്തൊക്കെയാണ് നമ്മളിപ്പോ കൊടുത്തതെന്നുള്ളത്. ഒറ്റ ഫിനിഷ് കൊടുക്കുക. അപ്പൊ ഇവിടെ നമ്മുടെ വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ആയി. ഇനി ഈ വെർച്വൽ മെഷീൻ നമുക്ക് റൺ ചെയ്യണം. അപ്പോൾ ആ വെർച്വൽ മെഷീനിൽ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാം പവറിങ് അപ്പ് VM എന്ന് വെച്ചാൽ നമ്മുടെ വെർച്വൽ മെഷീനെ സ്റ്റാർട്ട് ചെയ്യണവര്. എന്നുവെച്ചാൽ പുതിയ OS ഇൻസ്റ്റാൾ ആവുന്നതാണ്, അത് കാരണം അത് ഇച്ചിരി ടൈം എടുക്കും. എന്തോ എറർ വന്നു കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ ആ ISO ഇമേജ് ഞാൻ പണ്ടെപ്പോഴും ഡൗൺലോഡ് ചെയ്തിട്ടേക്കണം, അത് നല്ലതാണോ എന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ബേസിക് ആയിട്ട് ഒരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എന്നിട്ട് ഈ ഏതാണ് വെർച്വൽ മെഷീൻ അതിൽ സ്റ്റാർട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ OS ഇതിൻ്റെ അകത്ത് കിട്ടും. ഇതിപ്പോ ഞാൻ നേരത്തെ ഈ ISO ഫയൽ കറക്റ്റ് കാണാൻ എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടായിരുന്നു വരണേ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇത്രയും മതിയല്ലോ, ജസ്റ്റ് വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യണവരെയും മതിയല്ലോ. അത് ഇതാണ് ഇതാണ്. ഇനി ആ വെർച്വൽ മെഷീന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് എന്തെങ്കിലും സെറ്റിംഗ്സ് ഒക്കെ വേണമെങ്കിൽ ഈ സെറ്റിംഗ്സ് എടുത്താൽ മതി. വെർച്വൽ മെഷീൻ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ വെർച്വൽ മെഷീന്റെ സെറ്റിംഗ്സ് ഒക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. പക്ഷേ നെറ്റ്വർക്ക് ഈ വെർച്വൽ മെഷീൻസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ ഈ നെറ്റ്വർക്ക്, അപ്പോൾ ഇന്റേണൽ നെറ്റ്വർക്ക് സെലക്ട് ചെയ്താൽ തമ്മിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ USB ആക്സസ് വേണമെങ്കിൽ ഇവിടെ എനേബിൾ USB കൺട്രോളർ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ PC-യിൽ USB കണക്ട് ചെയ്താലും വെർച്വൽ മെഷീനിൽ അത് ആക്സസ് കിട്ടും. അതുപോലെ തന്നെ ഷെയർഡ് ഫോൾഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ മെഷീനിലെ ഏതെങ്കിലും ഫോൾഡർ നമുക്ക് വെർച്വൽ മെഷീനിൽ ആക്സസ് വേണമെങ്കിൽ ഷെയർഡ് ഫോൾഡറിൽ ഇടാം. അങ്ങനെ ഓരോന്ന് വെർച്വൽ മെഷീന്റെ എല്ലാ ഡീറ്റെയിൽസും എല്ലാ സെറ്റിംഗ്സും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തേക്കുന്ന മെമ്മറി ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വെർച്വൽ മെഷീൻ. ഇതാണ് വെർച്വൽ മെഷീൻ. ഇനി ഏതെങ്കിലും പോർഷൻ ഉണ്ടോ? ചെയ്ത് നോക്കുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. ഓക്കെ, ശ്രീരാഗിന്റെ നമ്പർ മേടിച്ചിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ പ്രോഗ്രാമിങ്ങിന്റെ കുറച്ചും കൂടി കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പറയാൻ നിന്നാൽ ഒരുപാട് സമയം പോകും. ഞാനത് അയച്ചിട്ടേക്കാം, നോക്ക്. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. EC2 ഇല്ലേ, AWSന്റെ കൂടെ വരുന്നത്, അതെന്താന്നൊന്ന് ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞുതരാൻ പറ്റും? എന്താ സംഭവം എന്നുള്ളത് തിയറി പോലെ ചോദിച്ചിട്ടുള്ളത്. EC2ന്റെ എന്തെന്നാ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്? എങ്ങനെയാണ് EC2 സെറ്റ് ചെയ്യണേന്നോ? എന്തെന്നാ ക്വസ്റ്റ്യൻ എന്തെന്നാ വന്നേക്കുന്നത് EC2ന്റെ? ലിസ്റ്റ് ദ സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ടാണ് മിസ്. എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്നുള്ള സ്റ്റെപ്സോ? അതെ അതെ. EC2 എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒന്നുമില്ല, നമുക്ക് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ് പോലെ നമുക്ക് കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് നമുക്ക് എത്രയാണോ വേണ്ടേ അത്രയും കമ്പ്യൂട്ടിംഗ് റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൂളാണ് EC2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. EC2 സെറ്റ് ചെയ്യേണ്ട സ്റ്റെപ്സ് ആയിട്ട് നിങ്ങൾക്ക് വേണോ? ഞാൻ അയച്ചാൽ മതിയോ? അത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലെങ്കിൽ പറഞ്ഞു തരണം ഇപ്പോ? കുഴപ്പമില്ല മിസ്, അയച്ചാൽ മതി. ഞങ്ങളുടെ റെക്കോർഡിനകത്ത് ഇതിന്റെ ആൻസർ ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ ഞങ്ങൾക്കത് ഫുള്ളായിട്ട് മനസ്സിലായില്ല, അതുകൊണ്ടാണ്. അപ്പൊ മിസ് ഒരു വോയിസ് അയക്കുകയാണെങ്കിൽ നല്ലായിരുന്നു. എന്നാ നിൽക്കുക, നിങ്ങളുടെ റെക്കോർഡ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ നോക്കിയിട്ടൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾക്ക് അത് മതിയെങ്കിൽ അതിലുള്ളത് നോക്കിയാൽ മതി, ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. എൻ്റെ കയ്യിലുണ്ട് റെക്കോർഡ്. മിസ്സിന് ഇത് കംഫർട്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എന്തോ മിസ്സിന് ഇത് കംഫർട്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, ഞങ്ങൾക്ക് എന്തായാലും കുഴപ്പമില്ല. ഇതിനകത്ത് ജസ്റ്റ് ആ സ്റ്റെപ്സ് അല്ലേ എഴുതിയേക്കുന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്സ് അല്ലേ? അതെ മിസ്സേ, അത് ഒന്ന് നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല. നമുക്കത് ഇത് ഫ്രീ ടയറിൽ ഇത് ചെയ്യാൻ പറ്റുമോന്നുണ്ടോ? അന്ന് നോക്കട്ടെ. എൻ്റെ കയ്യിലുണ്ട് EC2 അക്കൗണ്ട് ഉണ്ട്, അല്ല ഐ മീൻ AWS അക്കൗണ്ട് ഉണ്ട്, പക്ഷേ കിട്ടോ?
ഓക്കെ, അങ്ങനെ ഇത് കാണിച്ചു തന്നാൽ കുഴപ്പമില്ലല്ലോ. Management console. 7 to 8 AWS management console are set on normal by choosing root user. EC2 console open ചെയ്യണം. Services എടുത്തിട്ട് EC2 console. EC2 console കൊടുത്തു. നമ്മൾ ഇതിനകത്ത് തന്നെ URL കൊടുത്തിട്ടുണ്ട്, console.aws.amazon.com/EC2 എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് console കൊടുത്തിട്ട് key value pairs console കൊടുത്തിട്ട് key pairs generate ചെയ്യാനാ പറയുന്നത്. എവിടെ? ആ മതിയോ? ഓക്കെ. എന്തോ? കണ്ടോ എല്ലാവരും എന്താ ചെയ്തേന്ന്? ഹലോ, അല്ല ബാക്കിയുള്ളവര്, ശ്രീരാഗില്ല, ബാക്കിയുള്ളവര് കണ്ടു കണ്ടായിരുന്നോ? പക്ഷെ ഫുള്ളായിട്ട് മനസ്സിലായില്ല, മീൻസ് ഓർത്ത് വെക്കാൻ പറ്റുന്നില്ല. എടാ ഒന്നുമില്ല, ഈ സൈറ്റ് എടുക്കുക, console.aws.amazon.com
/EC2 എടുക്കുക. എന്നിട്ട് ആ URL ഓർത്ത് വെച്ചു എന്ന് വെച്ചാൽ AWS അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം console.aws.amazon.com/EC2 എടുക്കണം. എടുത്തതിന് ശേഷം ലോഞ്ച് ഇൻസ്റ്റൻസ് ക്ലിക്ക് ചെയ്യണം. ലോഞ്ച് ഇൻസ്റ്റൻസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ പേജ് ആണ് വരുന്നത്, ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള പേജ്. അപ്പൊ ഇതിനകത്ത് ആദ്യം നെയിം ആൻഡ് ടാഗ്സിൽ എന്തെന്നാണോ പേര് വേണ്ടത് ആ ഒരു പേര് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. ഇവിടെ ടെസ്റ്റ് സെർവർ എന്ന് പറഞ്ഞ പേര് കൊടുത്തു. എന്നിട്ട് OS ഇമേജ് EC2 ഞാൻ പറഞ്ഞു റിസോഴ്സസ് ആണ്, ഹാർഡ്വെയർ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യും. അതിനകത്ത് നമുക്ക് എന്തെങ്കിലും സോഫ്റ്റ്വെയർ റിസോഴ്സ് വേണ്ടത് വെച്ചാൽ അത് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ആമസോൺ ലിനക്സിന്റെ AWS വേർഷൻ അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ OS ഇമേജ് അത് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇൻസ്റ്റൻസ് ടൈപ്പ് ഏതാ വേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്തു. നമുക്ക് ഫ്രീ ടയർ ആണ്, അപ്പൊ അതാണ് എലിജിബിൾ ആയിട്ടുള്ളത്, അപ്പൊ അത് സെലക്ട് ചെയ്തു. പിന്നെ കീ പെയർ വേണം. ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കീ പെയർ വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്രിയേറ്റ് ന്യൂ കീ പെയർ എന്ന് പറഞ്ഞ ഇത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിനകത്ത് ജസ്റ്റ് ഒരു നെയിം കൊടുക്കാനുള്ളൂ. ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ കീ പെയർ ഇവിടെ ജനറേറ്റ് ആയി. ടെസ്റ്റ് എന്ന പേരുള്ള ഒരു കീ പെയർ ആയിട്ട് അവിടെ ജനറേറ്റ് ആയി. പിന്നെയുള്ള നമുക്ക് നെറ്റ്വർക്ക് സെറ്റിംഗ്സ് ആണ്. എന്തെന്നാണ് നെറ്റ്വർക്ക്സിന് സ്പെസിഫിക്കലി എന്തെങ്കിലും വേണമെന്നുള്ളത്. നമുക്കിപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നും വേണ്ടല്ലോ, നമുക്ക് ജനറിക് ആയിട്ടുള്ള പോലെ. അപ്പൊ അവിടെ എന്തൊക്കെ ട്രാഫിക് എനേബിൾ ചെയ്യണം. അപ്പോൾ SSH എന്ന് പറഞ്ഞാൽ ടെർമിനലിൽ നിന്ന് SSH വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അത് എനേബിൾ ചെയ്യാം. പിന്നെ HTTPS കൊടുത്തു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് വഴി ആക്സസ്, HTTP കൊടുത്താൽ ഇന്റർനെറ്റ് വഴി ആക്സസ് പറ്റും. പിന്നെ സ്റ്റോറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സൈസ്, നമ്മളിപ്പോ വെർച്വൽ ബോക്സ് ചെയ്തപ്പോൾ കണ്ടില്ലേ സൈസ് എത്ര വേണം എന്നൊക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെയും സൈസും ഡീറ്റെയിൽസും ഒക്കെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് നമ്മളിപ്പോ ഇവിടെ കൊടുത്തതിന്റെ ഈ ഇപ്പുറത്ത് കൊടുത്തതിന്റെ സമ്മറി ആയിട്ടാണ് ഇവിടെ വന്നേക്കുന്നത്. എന്നിട്ട് ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുത്താൽ മതി. ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കുമ്പോൾ നമ്മുടെ ഇത് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുക. സക്സസ്ഫുള്ളി നമ്മുടെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ AWSന്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്, EC2ന്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ആ ഇൻസ്റ്റൻസ് യൂസ് ചെയ്താൽ മതി. നമുക്ക് ഇതിന് വേണ്ടിയിട്ടാണ് ആ ഇൻസ്റ്റൻസ് നമുക്ക് ആക്സസ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്താൽ മതി. ഇതാണ് EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതല്ലേ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ, EC2 ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനല്ലേ ചോദിച്ചേക്കുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. ജസ്റ്റ് നമ്മള് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യണ മാത്രമല്ല, അതിന് ഇത് മതി, ഇത്രയും മതി. ഒറ്റ പ്രാവശ്യം AWS എടുത്ത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടാവും. ഒന്നുമില്ല, ആ URL എടുത്തിട്ട് ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് എന്തൊക്കെയാണോ ഡീറ്റെയിൽസ് ചോദിക്കുന്നത് എൻ്റർ ചെയ്ത് പോവുക. ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ആവും. ആ ഇൻസ്റ്റൻസ് എടുത്തിട്ട് കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ കണക്ഷൻ ഓക്കെ അല്ലേ? ഓക്കെയാണ് ആ മിസ്. മിസ്സേ ഓക്കെ മിസ്സേ. ഓക്കെ. അപ്പോ കോഡ് കുറച്ച് ഞാൻ ചെയ്ത് വെച്ചേക്കണം. ഞാൻ ശ്രീരാഗിനെ ഷെയർ ചെയ്തിട്ടേക്കാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. മിസ് നമ്മൾ ഈ ഓക്കെ മിസ്. ഒരു കാര്യം AWSന്റെ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണ്ടേ ഇത് ചെയ്യണമെങ്കിൽ? അതെ, ക്രിയേറ്റ് ചെയ്യണം. ഫ്രീ അക്കൗണ്ട് ആണ്, പെയ്ഡ് അല്ല. ഫ്രീ ടയർ ഉണ്ട്. ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ട് ആമസോൺ അക്കൗണ്ട് തന്നെ മതി. നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി. അക്കൗണ്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. അപ്പൊ നമ്മളത് എക്സാമിന്റെ സമയത്ത് ക്രിയേറ്റ് ചെയ്താൽ മതിയോ, അതോ ഇപ്പൊ നമ്മൾ ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ? എക്സാമിന്റെ സമയത്ത് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക്. ചോദിക്കുകയാണെങ്കിൽ ആ സമയത്ത് ക്രിയേറ്റ് ചെയ്താൽ മതി. ബില്ലിംഗ് അഡ്രസ്സിന് വേണ്ടിയിട്ട് ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അത് ചോദിക്കാൻ ചാൻസ് ഇല്ല. നമുക്ക് ബില്ലിംഗ് അവരിപ്പോ ചോദിക്കുന്നില്ലെങ്കിൽ ഒക്കെ പിന്നെ ക്രെഡിറ്റ് ആകും ആദ്യം. ആ
അപ്പൊ തന്നെ ഇതാവും. അത് കാരണം അത് ചോദിക്കാൻ ചാൻസ് ഇല്ല, തിയറി ആയിട്ട് വരാൻ ചാൻസ് ഉള്ളൂ AWSന്റെ. നിങ്ങൾക്ക് പക്ഷെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് കാണിച്ചു തന്നത് എങ്ങനെയാ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി നിങ്ങൾ മറ്റേ റെക്കോർഡിലുള്ള സ്റ്റെപ്സ് വായിച്ചാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. മൺഡേ അല്ലേ എക്സാം? ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്, ഞാൻ പറഞ്ഞുതരാം. ശരി. താങ്ക്സ് എ ലോട്ട് മിസ്. ശരി. താങ്ക് യു മിസ്. Thanks.